എന്റെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് പ്രൈസസ് എന്നാണ്. അപ്പൊ നമ്മുടെ ഗോൾഡിന്റെ പ്രൈസസ് ഹൈയും ലോവും ആവുന്ന അനുസരിച്ചുള്ള അനലിറ്റിക്സ് ആണ് എന്റെ അനലിറ്റിക്സ്. അപ്പൊ അതിൽ ഞാൻ ആദ്യം ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ആ ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്തു. എന്റെ ഡാറ്റാബേസിന്റെ പേരാണ് ഗോൾഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ സ്കീം ഉണ്ടാക്കി. സ്കീം എന്ന് പറയുന്നത് ഒരു ഫയൽ ഫോൾഡർ ആണ് ഈ ഡാറ്റാബേസിന്റെ ഉള്ളത്. അപ്പൊ ഞാൻ സ്കീം ഉണ്ടാക്കി അത് യൂസ് ചെയ്തു. പിന്നെ ഒരു ഫയൽ ഫോർമാറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഫയൽ ഫോർമാറ്റിന്റെ നെയിം ഗോൾഡ് CSV ഫോർമാറ്റ്, അതിന്റെ ടൈപ്പ് CSV. പിന്നെ സ്കിപ്പ് ഹെഡർ 1, ഫസ്റ്റത്തെ ഹെഡർ അത് സ്കിപ്പ് ചെയ്യും. പിന്നെ ഫീൽഡ് ഡെലിമീറ്റർ കോമ ഉള്ള കോമാസ് ഒക്കെ ഉള്ളത്. ഇപ്പൊ നമ്മൾ ഒരു ഫയൽ ഫോർമാറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ ഉണ്ടാവണ കോമാസ് ഒക്കെ ആഡ് ചെയ്യും. പിന്നെ അപ്പോസ്ട്രോഫി ഉള്ള ഫയൽസ് ഒക്കെ റീഡ് ചെയ്യും. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ കളയും, നൾ ഇഫ് ഉള്ള വാല്യൂ. പിന്നെ എറർ ഓൺ കോളം കൗണ്ട് മിസ്മാച്ച് എന്ന് പറയുന്നത് ഇൻ കേസ് കോളംസ് എന്ന് പറയുന്നത് റോസിനേലും കൂടുതലാണെങ്കിൽ അതെല്ലാം കളയും, സ്നോഫേക്ക്. പിന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തു. ആ സ്റ്റേജാണ് ഗോൾഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ബക്കറ്റിന്റെ URL നമ്മളിവിടെ കണക്ട് ചെയ്തു. AWS കീയും സീക്രട്ട് ഐഡിയും കൊടുത്തു. കാരണം കൊടുക്കുന്നത് നമ്മുടെ പോളിസീസ് ഒക്കെ യൂസ് എല്ലാം ഉള്ളത് അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് കൊടുത്തു. പിന്നെ ഫയൽ ഫോർമാറ്റ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫയൽ ഫോർമാറ്റ് ഇതിൽ കൊടുത്തു. പിന്നെ സ്റ്റേജ് ഫയൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഷോ സ്റ്റേജസ് കൊടുക്കുന്നത്. സ്റ്റേജ് ലിസ്റ്റ് ചെയ്യാനും നമ്മുടെ ഫയലിൽ ലോഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ലിസ്റ്റ് ചെയ്യുന്നതാണ് ഗോൾഡ് സ്റ്റേജ് എന്നുള്ളത്. പിന്നെ നമ്മളൊരു മെയിൻ ആയിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. എന്റെ ടേബിളിലുള്ളത് ഡേറ്റ്, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, വോളിയം, ഇതാണ് എന്റെ ടേബിളിലുള്ളത്. ഇനി റോഡ് ടേബിൾ നമ്മൾ ലോഡ് ചെയ്യണമെങ്കിൽ മീൻസ് ഇപ്പൊ കോപ്പി ഇൻറ്റു ഗോൾഡ് പ്രൈസസ് റോ ഫ്രം ഗോൾഡ് സ്റ്റേജ്, അതായത് ഗോൾഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്റെ സ്റ്റേജിലാണ് ഞാൻ എന്റെ ഫയലിൽ ലോഡ് ചെയ്തേക്കാം. അത് നമ്മൾ എന്റെ ടേബിൾ നെയിമിലേക്ക് ലോഡ് ചെയ്യാണ്. പിന്നെ ഫയൽ ഫോർമാറ്റ് നേരത്തെ കൊടുത്തേക്കുന്നത്. ഓൺ എറർ കണ്ടിന്യൂ, ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ആവാൻ വേണ്ടി. പിന്നെ ഒരു പൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓട്ടോ ഇൻറ്റു സ്ക്രൂ എന്ന് പറയുന്നത് നമ്മൾ പൈപ്പിൽ ലോഡ് ചെയ്യണ ഡാറ്റ മീൻസ് സ്റ്റേജിൽ ലോഡ് ചെയ്യണ ഡാറ്റ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്, സ്നോഫ്ലേക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇത് കൊടുത്തേക്കണം. പിന്നെ കോപ്പി ഇൻറ്റു ഗോൾഡ് പ്രൈസസ് റോ ടേബിൾ നെയിമാണ്. ഗോൾഡ് സ്റ്റേജിന്റെ പേരാണ്. സെയിം ആസ് ഫയൽ ഫോർമാറ്റ് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ഫയൽ ഫോർമാറ്റ്. പിന്നെ ഷോ പൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ARM യൂസ് ചെയ്യണത് ക്രിയേറ്റ് ഈവന്റ് നോട്ടിഫിക്കേഷന് വേണ്ടിയാണ്. പിന്നെ സ്റ്റേജസ് ലിസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് നമ്മൾ എൻ്റെ ഗോൾഡിൽ എത്ര ഇതുണ്ട് എന്നുള്ളതാണ്, എത്ര വാല്യൂസ് ഉണ്ട്, അതാണ് 1167 ആണ്. പിന്നെ അത് മൊത്തം സെലക്ട് ചെയ്ത് മീൻസ് എന്തൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഗോൾഡ് പ്രൈസ് റോ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തുള്ളത് ലിമിറ്റ്സ്, ഫസ്റ്റത്തെ 5 ലിമിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ക്രീനിലേക്ക് മാറി സ്ട്രീം ലൈറ്റിൽ ഞാൻ ഫസ്റ്റത്തെ ക്വറി കൊടുത്തേക്കുന്നത് സെലക്ട് കൗണ്ട് ആസ് ടോട്ടൽ റെക്കോർഡ്സ് ഫ്രം. എൻ്റെ എത്ര കൗണ്ട് ഉണ്ടോ, എൻ്റെ ഡാറ്റ സെറ്റിൽ എത്ര കൗണ്ട് ഉണ്ടോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. എൻ്റെ ഡാറ്റ സെറ്റിൽ 1167 ഇതുണ്ട്, റെക്കോർഡ്സ് ഉണ്ട്. സെക്കൻഡ് ക്വറി എന്ന് പറയുന്നത് സെലക്ട് മിൻ ഡേറ്റ് ആൻഡ് സ്റ്റാർട്ട് ഡേറ്റ്, മാക്സിമം ഡേറ്റ്. അതായത് ഇപ്പൊ എന്റെ ഗോൾഡിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മീൻസ് ഒരു ഡേറ്റിലായിരിക്കും ഗോൾഡ് കുറയും കൂടിയൊക്കെ ചെയ്യണം. അപ്പൊ ആ സ്റ്റാർട്ടിംഗ് ഡേറ്റും അതിന്റെ എൻഡിങ് ഡേറ്റും ആണ് ഞാൻ കൊടുത്തേക്കുന്നത് സെക്കൻഡ് ക്വറിയിൽ. തേർഡ് ക്വറിയിൽ ഡേറ്റ് ക്ലോസ് ഫ്രം, അതായത് ഒരു ഡേറ്റ് നമ്മൾ ഒരു സെലക്ട് ഒരു ഡേറ്റ് ചെയ്ത ആ ഡേറ്റിൽ ഏറ്റവും ലാസ്റ്റ് ഗോൾഡിന്റെ റേറ്റ് ഉണ്ടാകും, അതാണ് നമ്മൾ അടുത്തതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഫോർത്ത് വൺ സെയിം ആസ് ഒരു ഡേറ്റിൽ എത്ര പ്രാവശ്യം പ്രൈസ് ഹൈ ആയിട്ടുണ്ട് ലോ ആയിട്ടുണ്ട് ലാസ്റ്റത്തെ ഡേറ്റ്, അത് ഓർഡർ ചെയ്തേക്കുന്ന ഡേറ്റിലാണ്. മീൻസ് ഏത് ഡേറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ഡേറ്റിനനുസരിച്ചാണ് ലോഡ് ആയിട്ടുള്ളത്. പിന്നെ ക്വറി സെലക്ട് ഡേറ്റ്, വോളിയം. വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡാറ്റ മാർക്കറ്റിംഗിൽ എത്രത്തോളം ഇതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഫിഫ്ത്ത് ക്വറി. സിക്സ്ത് ക്വറി എന്ന് പറയുന്നത് ഇയറും മന്തൊക്കെ വെച്ച് നമ്മൾ ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇതിൽ കാണിച്ചിട്ടുണ്ട് 2021 അതിൽ നിന്ന് 2025 വരെയുള്ള ഡാറ്റ റേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെവൻത്ത് വൺ ഇയറും ആവറേജും അനുസരിച്ച് ഇയറിന് പ്രൈസ് ലിസ്റ്റ് ചെയ്യുക. അതായത് നമുക്ക് ഇപ്പൊ 5000 ആണ് ഹയസ്റ്റ് ആയിട്ട് 2026 വന്നേക്കുന്നത് ഗോൾഡിന്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ടോപ്പ് 10 ഹയസ്റ്റ് ഗോൾഡ് പ്രൈസ് ഡേയ്സ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ 2026 29th വന്നേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5318 ആണ്. അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളതുണ്ട് 14 2026 14th ഏറ്റവും കുറവ് റേറ്റ് ആണ് വന്നേക്കുന്നത്. മീൻസ് ഒരു മാസത്തെ ഹയസ്റ്റ് റേറ്റും ലോവസ്റ്റ് റേറ്റും ഇതിൽ കാണിക്കുന്നുണ്ട്.
That's it. സ്നോ പൈപ്പും ഇന്ത്യയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് പറയും. അതെന്തിനാണ് S3 ബക്കറ്റ് കൊടുത്തത്, സ്റ്റേജ് കൊടുത്തത്, സ്നോ പൈപ്പ് കൊടുത്തത്, എങ്ങനെ ഇന്ത്യയിൽ ആ പാർട്ടി ഈ ക്രിയേറ്റ് ഓർ റീപ്ലേസ് സ്റ്റേജ് സ്റ്റേജിലാണ് ഞാൻ എൻ്റെ സ്റ്റേജ് കൊടുത്തേക്കുന്ന എക്സ്റ്റേണലി ആയിട്ടാണ്. നമുക്ക് വലിയ ഡാറ്റാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളതാണ് S3യിലേക്ക് ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഗോൾഡ് സ്റ്റേജ് ഉണ്ടാക്കി ഇതിൽ. എന്നിട്ട് നമ്മൾ ബക്കറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ബക്കറ്റിൽ URL കൊടുത്തു. ആ URLലാണ് നമ്മൾ ഒറിജിനൽ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് മീൻസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള URL ഇത് കൊടുത്തു. പിന്നെ IAM യൂസറിൻ്റെ സീക്രട്ട് ID ആക്സസ് കീയും കൊടുത്ത് ചെയ്യുന്നു. പിന്നെ വന്നത് കോപ്പി ഇൻ ടു ഗോൾഡ് പ്രൈസസ് റോ ഫ്രം നമ്മൾ കൊടുത്തേക്കുന്ന ഗോൾഡ് സ്റ്റേജ്. ഫ്രം എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റേജ് ആണ്. നമ്മൾ ഏതാണ് സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ആ സ്റ്റേജ് അതിലേക്ക് നമ്മൾ കോപ്പി ചെയ്യണം. ഈ ടേബിളിന്റെ പേര്, ഈ ടേബിളിലേക്കാണ് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത്. ഫയൽ ഫോർമാറ്റ് സെയിം ആസ് മെയിലുള്ളത്. പിന്നെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ പൈപ്പ് പറയുന്നത് നമ്മുടെ ഇപ്പം ഇൻ കേസ് നമ്മൾ ഡാറ്റ ലോഡ് ചെയ്തിട്ട് തന്നെ മീൻസ് S3ന്ന് സ്നോഫ്ലേക്കിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പൈപ്പ് യൂസ് ചെയ്യുന്നത് മെയിൻലി. അപ്പൊ അത് നമ്മ പൈപ്പിന് പേര് എഴുതി ഓട്ടോ ഇഞ്ചസ് ട്രൂ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന S3യിലേക്ക് കൊടുക്കുന്ന ലോഡ് ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഓട്ടോ ഇഞ്ചസ് കൊടുക്കുന്നത്. സെയിം ആസ് അതീ വന്നപ്പോൾ നമ്മൾ പൈപ്പിൽ നമ്മൾ ചെയ്തു. അതിന് ശേഷം S3യിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡാറ്റ ഇപ്പം ഈ ടേബിളിലേക്ക് ലോഡാവും. അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് വഴിയാണ് ടേബിളിലേക്ക് ലോഡാവുന്നത്. പിന്നെ ഫയൽ ഫോർമാറ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല കൊടുക്കുന്നത് അതെ പ്രൂവ് ആയതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഇപ്പൊ ഇൻ കേസ് ഫോൾസ് ആണെങ്കിൽ ഡാറ്റ ലോഡ് ചെയ്യൽ നടക്കില്ല. അതിൽ എന്തെങ്കിലും എറർ വരും. അത് അപ്പോൾ ഞാനിപ്പോ ഒരു പൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഓട്ടോ ജസ്റ്റ് 2 മാസം കൊടുത്തിട്ട് വേറെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ പൈപ്പ് ഇല്ല വെക്കാവില്ല. അതിന്റെ ഇടയിൽ നമ്മൾ കൊടുക്കേണ്ട കുറേ റീസൺ മീൻസ് ഇപ്പൊ ഓട്ടോ ജസ്റ്റ് ട്രൂ ആക്കി അതിന്റെ അടുത്ത് നമ്മൾ ലോഡ് ചെയ്തു. പക്ഷെ എന്തിലേക്കാ ലോഡ് ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ ലോഡ് ചെയ്യണ്ടേ എന്നുള്ള അതൊക്കെ കൊടുക്കും. എല്ലാം കൊടുക്കുന്നത് എല്ലാ സാധനം സെറ്റപ്പ് എല്ലാം ചെയ്തു. എന്നിട്ട് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഇതിനെന്തെങ്കിലും ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് S3യിൽ പോയിട്ട് ചെയ്യാനുണ്ടോ? നമ്മൾ ഈവന്റ് നോട്ടിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ മീൻസ് S3യിലേക്ക് നമ്മൾ എന്തെങ്കിലും ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈവന്റ് നോട്ടിഫിക്കേഷൻ വഴി നമ്മുടെ ഡാറ്റാസ് ലോഡ് ആവും. മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ S3യിൽ നമ്മൾ എന്തെങ്കിലും ലോഡ് ചെയ്ത് കേസ് അത് എന്തെങ്കിലും ലോഡ് ആയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഷോ പൈപ്പിൽസ് അടിക്കുമ്പോൾ ലോഡഡോ അൺലോഡഡ് എന്ന് പറഞ്ഞ് കാണും.